ജെയിംസ് ഗണ്ണിൻ്റെ വേർഷൻ ഓഫ് സൂപ്പർമാൻ അതാണ് നാളെ ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവിയാണ്. ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറകൾ വെച്ചിട്ടാണ്. ചിലവരുടെ വിചാരം ഇത് ഐമാക്സ് ക്യാമറയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഐമാക്സിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഫിലിം ക്യാമറയിലല്ല ഇത് എടുത്തിരിക്കുന്നത് ഡിജിറ്റലി ഐമാക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ക്യാമറകൾ വെച്ചിട്ടാണ്. സോണി വെനീസിലാണെന്ന് തോന്നുന്നത് എടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്ത് ക്യാമറയിലാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകമെമ്പാടും എല്ലായിടത്തും 2:2 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. ഐമാക്സിൽ 1.90:1 എന്നുള്ള ഐമാക്സ് റേഷ്യോയിലും മറ്റുള്ള എല്ലാ തിയേറ്ററുകളും ഫുൾ വേൾഡ് വൈഡിലെ എല്ലാ തിയേറ്ററിലും 1.85:1 എന്നുള്ള ലോക്ക്ഡ് ആസ്പെക്ട് റേഷ്യോയിൽ ഇറങ്ങണം. ആ ലോക്ക്ഡ് ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂം ചെയ്യാനോ അല്ലെങ്കിൽ ക്രോപ്പ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അപ്പോൾ ലോകത്ത് എവിടെ കൊണ്ട് ഇത് ഇട്ട് കഴിഞ്ഞാലും ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീൻസിൽ ഇത് ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റും. എവിടെയൊക്കെ 1.85:1 റേഷ്യോയിൽ തിയേറ്റർ സ്ക്രീനുണ്ടോ അവിടെയൊക്കെ ഇത് പൂർണ്ണമായിട്ടും ഒരൊറ്റ ബ്ലാക്ക് ബാറിൽ അത് കാണാൻ പറ്റും. സ്കോപ്പ് റേഷ്യോ സ്ക്രീൻ അഥവാ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ആ ഒരു 16:9 റേഷ്യോ ലുക്കുള്ള 2.39:1 എന്നുള്ള കറക്റ്റ് ആസ്പെക്ട് റേഷ്യോ വരുന്ന സ്ക്രീനുകളാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലുള്ളത്. അതായത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് പേരീസ് ഓഡി 1, രേവതി സിനിമാക്സ് ഓഡി 1, വനിതയിലുള്ള 4 സ്ക്രീനുകളും, അതുമല്ലെങ്കിൽ ഐസക് മറിയയിലെ 2 സ്ക്രീനുകളും, ജോസ്, രാഗം, ലാഡർ സിനിമാസ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു തിയേറ്റർ എടുത്ത് നോക്കിക്കോ, നമ്മുടെ ഓൾഡ് സെൻട്രൽ, ആലുവ മാധുര്യ, ഏത് തിയേറ്റർ എടുത്ത് നോക്കിയാലും ആ ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. അവിടെ എല്ലായിടത്തും അൺഫോർച്ചുനേറ്റ്ലി സൂപ്പർമാൻ എന്നുള്ള ഈ സിനിമ സൈഡിൽ 2 നല്ല തിക്കായിട്ട് ബ്ലാക്ക് ബാർ ഉണ്ടാവും. കാരണം 2.39:1 എന്ന റേഷ്യോയിലുള്ള സ്ക്രീനിലേക്ക് ഈ ഒരു 1.85:1 എന്നുള്ള ഈ സിനിമ ഇടുമ്പോഴേക്കും സൈഡിൽ 2 നല്ല രീതിയിൽ കനത്ത ബ്ലാക്ക് ബാർ വരും. അതിനാണ് പില്ലർ ബോക്സിംഗ് എന്ന് പറയുന്നത്. മുകളിലും അടിയിലും ബ്ലാക്ക് ബാർ വരുന്നതിന് ലെറ്റർ ബോക്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, നിങ്ങളിത് വളരെ നല്ല ഒരു 4K ലേസർ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഒരു 2K ലേസർ പ്രൊജക്ഷനുള്ള ഒരു ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള തിയേറ്ററുകളിൽ പോയി കാണാൻ പറയും ഞാൻ. കാരണം എന്നാലേ നിങ്ങൾക്ക് ബ്ലാക്ക് ബാർ ഇല്ലാതെ വൃത്തിക്ക് ഈ സിനിമ കാണാൻ പറ്റുള്ളൂ. ഐമാക്സിൻ്റെ തിയേറ്ററുകളിലും പുതിയതായി പൂനെയിൽ തുടങ്ങിയ ഡോൾബി സിനിമ എന്നുള്ള ആ ഒരു പുതിയ സംവിധാനത്തിൽ മാത്രമാണ്. ബാക്കി എല്ലാ തിയേറ്ററുകളിലും 3D വെർഷൻ ഓഫ് ദിസ് മൂവി ഇസ് ഗോയിങ് ടു ബി പ്ലേഡ് ഇൻ 2K 3D. അത് മനസ്സിലാക്കുക. ശബ്ദ സംവിധാനം ഓരോ തിയേറ്ററിൽ എങ്ങനെയായിരിക്കുന്ന അതനുസരിച്ചിട്ട് അറ്റ്മോസ് ഉണ്ടെങ്കിൽ അറ്റ്മോസ് പ്ലേ ആവും, അല്ലാത്തടത്ത് 5.1 7.1 എന്താണെന്ന് വെച്ചാൽ പ്ലേ ആവും. അപ്പോൾ എൻ്റെ അഭിപ്രായം, നിങ്ങൾക്ക് 3D വലിയ കാണാൻ ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ 2D കാണുക. അതിൻ്റെ കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ സിനിമ ഐമാക്സ് സർട്ടിഫൈഡ് ക്യാമറകളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് 2Dയിലാണ്. 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അതും ഐമാക്സ് ആണ് ഏറ്റവും നല്ല രീതിയിൽ ഈ സിനിമ ഒപ്റ്റിമൈസ് ചെയ്ത് ഐമാക്സ് 3Dയിലേക്കും അതുപോലെ DMR ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഡോൾബി വിഷൻ അറ്റ്മോസിൽ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോൾബി സിനിമാസ് പൂനെയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഐമാക്സ് വിത്ത് ലേസർ വെന്യൂസിലെ നിങ്ങൾക്ക് 4K 3D DCP അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ 2K 3D കാണുന്നേക്കാൾ ബെറ്റർ ആയിരിക്കും 4K 2D കാണുന്നത്. കാരണം ഇതിൻ്റെ 2D DCP 4K റെസൊല്യൂഷനാണ്. അത് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു 4K വിത്ത് അറ്റ്മോസ് സംവിധാനമുള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 4Kയിൽ ഈ സിനിമ കാണാൻ പറ്റും. അപ്പോൾ ബെറ്റർ ദ റെസൊല്യൂഷൻ, ബെറ്റർ ദ പിക്ചർ ക്വാളിറ്റി, ബെറ്റർ ദ ഷാർപ്നെസ് എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പോഴും ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഔട്ട്പുട്ട് ഗിവൻ. കാരണം ഡിസ്ട്രിബ്യൂട്ടർ എന്ത് ഔട്ട്പുട്ടിലുള്ള നല്ല DCP ആണോ ഓരോ തിയേറ്ററിലേക്കും അയച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ സെർവർ സിസ്റ്റത്തിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്, അതനുസരിച്ചിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുക്കാത്ത 2ഉം ബുക്ക് ചെയ്തു. ഐമാക്സിൽ തന്നെ ഈ സിനിമയുടെ 3D വേർഷൻ രാവിലെ കാണുകയും വൈകുന്നേരം ഞാൻ 2D വെർഷൻ കൂടി കാണുന്നുണ്ട്. 2ൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഐമാക്സിലാണ് ഈ സിനിമ പൂർണ്ണമായിട്ടും കാണുന്നത്.
എനിക്ക് ഐമാക്സിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഇതൊരു ഫിലിംഡ് ഫോർ ഐമാക്സ് മൂവി ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഇതേവരെ കണ്ടിട്ടുള്ള എൻ്റെ എല്ലാ എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോഴേക്കും ഫിലിംഡ് ഫോർ ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്ന സിനിമകൾ ഐമാക്സിൽ ഗംഭീര എഫക്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ വെല്ലാൻ പറ്റാറില്ല പൊതുവെ സാധാരണ ഒരു തിയേറ്ററിന്. അല്ലെങ്കിൽ പിന്നെ ഇതിനോട് കിടം പിടിച്ച് നിൽക്കുന്ന പൂനെയിൽ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഡോൾബി സിനിമാസ് എന്നുള്ള സ്ഥലത്ത് പോയി കാണണം. അതെനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ പോയി കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. നിങ്ങൾക്ക് ദി ബെസ്റ്റ് അന്യായ ഷാർപ്നെസ് DCP കാണണം എന്നുണ്ടെങ്കിൽ HDR HFR ആ ഒരു സംഭവം പ്ലേ ചെയ്യാൻ പറ്റുന്ന ഹൈ ഫ്രെയിം റേറ്റിൽ HDR കോണ്ടൻറ്റ് പ്ലേ ചെയ്യാൻ പറ്റുന്ന പൂനെയിലുള്ള ഡോൾബി സിനിമാസിൽ പോയി കാണാൻ ഞാൻ ആവശ്യപ്പെടും. അവിടുത്തെ ടിക്കറ്റ് റേറ്റ് കണ്ടാൽ നിങ്ങൾ സഹിക്കൂലേ. 350 തൊട്ട് 500 റേഞ്ചിലാണ് ടിക്കറ്റ് പ്രൈസ്. പക്ഷെ ഒട്ടും ആളില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ഡോൾബി സിനിമാസ് ആദ്യം തുടങ്ങേണ്ടിയിരുന്നത് ബാംഗ്ലൂരോ ഡൽഹിയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ ആൾക്കാരത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പൂനെയിൽ അത്ര ആളില്ല എന്നുള്ളതാണ്. F1 ഓൾ ഓവർ ഇന്ത്യ മാരക സെയിൽസ് കണക്കാണ്, റെക്കോർഡ് അടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ റെക്കോർഡ് വരെ കിട്ടിയിട്ടുണ്ട് വളരെ മിനിമൽ ടൈമിൽ. 5 കോടി രൂപ കണ്ടും നിസാര പൈസയിൽ നിസാര സമയത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തോ 2 ആഴ്ച കൊണ്ട്, വെറും 2 ആഴ്ച കൊണ്ടിട്ട്, 2 ആഴ്ചയിൽ പൂർണ്ണമായിട്ടും 14 ദിവസമായിട്ടില്ല, അതിന് മുന്നേ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ്, ഇവിടെ തുടങ്ങിയിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നല്ലൊരു പുഷ് കിട്ടിയേനെ എന്ന് എനിക്ക് ഫീൽ ചെയ്ത് പോയി. എന്തായാലും ഒരു ദിവസം ഞാൻ എന്തെങ്കിലും ഈ അടുത്ത് തന്നെ പറ്റിയാൽ ഞാൻ പൂനെ പോയി ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ ശ്രമിക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സിനിമ കാണണമെന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫാമിലി സാഹചര്യം, കുറച്ച് പരിപാടികളൊക്കെ കാരണം പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ആ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു സംഭവം ഞാൻ എന്തായാലും ഐമാക്സിൽ തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഐമാക്സിൽ എന്തായാലും കാണണമെന്ന് ഡിസൈഡ് ചെയ്താണ്. കൊച്ചി ഐമാക്സിൽ കാണാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ കൊച്ചി ഐമാക്സിലല്ല കാണുന്നത്, വേറൊരു സ്ഥലത്താണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ഞാൻ ബാക്ക് ടു ബാക്ക് മാരത്തോൺ സെറ്റപ്പിൽ F1 ഇന്നിപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ജൂലൈ 10 ലാസ്റ്റ് ഡേ ആണ് ഐമാക്സിൽ. അതുകൊണ്ട് F1 ഞാൻ 3ാമത്തെ തവണ ഒന്നും കൂടി ഐമാക്സിൽ കാണുകയാണ്. അതിനുശേഷം ഞാൻ സൂപ്പർമാൻ 3D കാണും, അതിനുശേഷം ഞാൻ സൂപ്പർമാൻ 2D കാണും, എല്ലാ ഐമാക്സിൽ. ഐമാക്സ് വിത്ത് ലേസറിൽ ഞാൻ തകർക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ആ ഒരു ഡോൾബി സിനിമാസിൽ പോകാൻ പറ്റാത്ത എൻ്റെ ആ ഒരു സങ്കടം വിഷമവും ഞാൻ ഐമാക്സിൽ 3 പടം കണ്ടെങ്കിൽ തീർക്കുകയാണ്. 2 പടം ടെക്നിക്കലി 3 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസിൽ കാണുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും അനുപേനയും ഈ എക്സ്പീരിയൻസ് നൽകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ അമ്മയ്ക്കും അതുപോലെ എൻ്റെ കൂടെ വരാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവരെയും എനിക്കിത് എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണമെന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അമ്മയ്ക്കും വരാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മേനെ ഞാൻ എന്തായാലും സൂപ്പർമാൻ ഞാൻ PXൽ കൊണ്ട് കാണിക്കാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഐമാക്സിൽ അത്രയും ഗംഭീര ഒരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഐമാക്സിൽ തന്നെ കൊണ്ടുപോയി കാണിക്കാം, അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുക. ഐമാക്സ് കൂടാതെ ഈ സിനിമ ScreenX എന്നുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഞാൻ മുംബൈയിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഷൻ ഇമ്പോസിബിൾ ഡെഡ് റെക്കനിങ് ആണ് ഞാൻ അവിടെ കണ്ടത്. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ലിങ്ക് ചെയ്തൊക്കെ കണ്ടുപോകുക. ആ ഒരു ഫോർമാറ്റിലും ഇത് അവൈലബിൾ ആണ്. അതായത് 3 പ്രൊജക്ഷൻ സിസ്റ്റം ഉണ്ടാവും, ഫ്രണ്ടിലും 2 സൈഡിലുമായിട്ട്. നമുക്ക് ഇങ്ങനെ പടം കാണാം, ഇങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിൽ. ആ ഒരു 270 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂവിലാണ് നിങ്ങൾക്ക് സിനിമ കാണാൻ പറ്റുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സിനിമ ഫ്ലാറ്റ് റേഷ്യോ ഒരു സിനിമ ആയതുകൊണ്ട് ScreenXൽ ഇവിടെയും ഫുട്ടേജിൻ്റെയും ആ നടുവിലുള്ള ഫുട്ടേജിൻ്റെ ഇടയിലൊരു ചെറിയ ബ്ലാക്ക് ബാർ വരും. അത് കുറച്ച് കണ്ണടിയാണ്. ഫ്ലാഷ് എന്നുള്ള സിനിമയ്ക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, അക്വാമാൻ എന്നുള്ള സിനിമയ്ക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യാത്തത്. ഈ ഒരു സിനിമ ScreenXൽ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാത്തത്. എനിക്ക് ScreenX എന്നുള്ള സംവിധാനം എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സിനിമ എത്രത്തോളം ഇതിന് സൂട്ടബിൾ ആയിരിക്കും എന്നുള്ള കാര്യം ഐ ഡൗട്ട് ഇറ്റ്. പിന്നെ അതുപോലെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് 4K ലേസർ 4DX നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളവർ മര്യാദക്കുള്ള ലേസർ സംവിധാനമുള്ള 4DX ആണെന്നുണ്ടെങ്കിൽ, അതും എൻ്റെ അഭിപ്രായം, നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു തിയേറ്ററിൽ 4DX ബുക്ക് ചെയ്യുന്ന മുന്നേ നേരെ ഫോൺ വിളിക്കുക. അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും ഫോൺ വിളിച്ചിട്ട് ചോദിക്കുക നിങ്ങളുടെ 4DX എന്ത് പ്രൊജക്ഷനാണ് യൂസ് ചെയ്യുന്നത്, 4K ലേസറാണോ 2K ലേസറാണോ സീനോൺ ആണോ എന്നുള്ളത്, സൗണ്ട് എന്താ യൂസ് ചെയ്യണമെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. സൗണ്ടിൻ്റെ കേസ് വിടും. എൻ്റെ അഭിപ്രായത്തിൽ ആ ലേസർ പ്രൊജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോ. സീനോൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫോം വെച്ചിട്ട് വീട്ടിൽ പോയിക്കോന്ന് ഞാൻ പറയും.
നേരെ ഐമാക്സോ ഡോൾബി സിനിമയോ വേറെ എവിടെയും പോയി ബുക്ക് ചെയ്തോ. ഒന്നും വേണ്ട, ഇല്ലെങ്കിൽ ഒരു 4K ലേസറിലോ അല്ലെങ്കിൽ 2K ലേസർ 3D സംവിധാനമുള്ള ഒരു റിയൽ 3D സംവിധാനമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ബുക്ക് ചെയ്തോ. ദയവിത് സിനോണിൽ ഈ സിനിമ കാണാൻ നിൽക്കരുതെന്ന് കൂടെ പറയും. കാരണം ഒന്നാമത് 3D അപ്പോൾ കുറച്ചും കൂടി ഇരുണ്ട് വരും. ഇത് കൂടാതെ ഇത് എടുത്തിരിക്കുന്നത് വളരെ ബ്രൈറ്റായിട്ട് നല്ല കളർഫുള്ളായിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ലേസറിൽ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവിയാണ്. വേറെ ഒരു സിനിമകളും നിങ്ങൾ ഇതിന് മുന്നെയോ ശേഷമോ കാണണമെന്നില്ല. പക്ഷേ ഇത് വരാനിരിക്കുന്ന ജെയിംസ് ഗണ്ണിൻ്റെ തന്നെ നേതൃത്വത്തിൽ പോകാൻ പോകുന്ന DCEU റീബൂട്ടിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഇതിന് മുന്നേ സിനിമകളൊന്നും വേറെ നിങ്ങൾ കാണണമെന്നില്ല, ഒന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. സൂപ്പർമാൻ, അമാനുഷിക പവറുള്ള ഒരു സൂപ്പർ ഹീറോ, എങ്ങനെ അങ്ങനെ വന്നു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നു വരും. കാണിച്ചു തന്നില്ലെങ്കിൽ മാൻ ഓഫ് സ്റ്റീൽ ഈ സിനിമ കണ്ടതിന് ശേഷം പിന്നെ കണ്ടാലും മതി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പട്ടിയുണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഒരു റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. വേറെ ഒന്നും അറിയണമെന്നില്ല. വേറെ ഒന്നും അറിയാതെ പോലും നിങ്ങൾക്ക് സിനിമ കാണാൻ പോവാം. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഈ സിനിമ കാണാൻ പോവാം. ഈ ഒരു സിനിമയിലേക്ക് വന്ന് എത്തിച്ചേരുമ്പോഴേക്കും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഈ സിനിമയെ സമീപിക്കുക. അത് ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടുത്തു പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ സാക്ക് സ്നൈഡറിൻ്റെ സൂപ്പർമാനും ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ ആ സീരീസ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ മൊത്തത്തിൽ ഒന്ന് മാറ്റി വെക്കുക. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ ക്രിസ്റ്റഫർ നോളൻ്റെ ഒരു കടുത്ത ആരാധകനാണ്, സാക്ക് സ്നൈഡറിൻ്റെ കടുത്ത ആരാധകനാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും വേറെ ആളുകളുടെ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ വേറെ ആളുകളുടെ സിനിമകളോ അല്ലെങ്കിൽ അവരുടെ വെർഷൻ ഓഫ് ബാറ്റ്മാൻ അല്ലെങ്കിൽ സൂപ്പർമാൻ നമ്മൾ ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ബാറ്റ്മാൻ എന്നുള്ള സിനിമ ലോഞ്ച് ചെയ്യാൻ പോയപ്പോൾ തന്നെ, അതിൻ്റെ കാസ്റ്റ് റിവീൽ ആയപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. ഈ നോളൻ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരും കുറേ ആളുകളെല്ലാം വന്നിട്ട്, ഇല്ല ക്രിസ്ത്യൻ ബെയിലാണ് ബെസ്റ്റ് സൂപ്പർമാൻ, വേറെ ആരെയും കൊണ്ട് പറ്റൂല, ഇന്ന ആളാണ് ബെസ്റ്റ് സൂപ്പർമാൻ, ബാറ്റ്മാൻ വേറെ ആരെയും കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത നെഗറ്റിവിറ്റി ആയിരുന്നു. അപ്പോൾ എന്നിട്ട് എന്തായി, റോബർട്ട് പാറ്റിൻസൺ വന്ന് എല്ലാവരും ചെകിടത്തിട്ട് അടിച്ച് ഒരു കിണ്ണം കാച്ചി ബാറ്റ്മാനെ തന്നിട്ട് പോയി. വളരെ കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ആ ഒരു ഡിറ്റക്റ്റീവ് സൈഡ് ഓഫ് ബാറ്റ്മാൻ വേറെ ലെവലിൽ അവതരിപ്പിച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നു ആര്? റോബർട്ട് പാറ്റിൻസൺ. ഈ റോബർട്ട് പാറ്റിൻസനെ എല്ലാവരും ട്രോൾ ചെയ്യുകയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും അടിച്ച് ചവിട്ടി താത്താൻ ശ്രമിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, എന്നിട്ട് അവസാനം എന്തായി, ഇപ്പം ആ രണ്ടാമത്തെ മൂവി വരാൻ കാത്തു കെട്ടിയിരിക്കുകയാണ്. ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ ബാറ്റ്മാൻ കണ്ട് അന്തം വിട്ടുപോയി. ദ ബാറ്റ്മാൻ, മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ കണ്ട് റോബർട്ട് പാറ്റിൻസൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വാ വിളിച്ചിരുന്നു എല്ലാവരും. അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും. അതേ അവസ്ഥ തന്നെയാണ് മിക്കവാറും ഡേവിഡിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകണമെന്ന് പറയാം. എല്ലാവരും കൂടി ഇതേ പടത്തിൽ കാണുന്ന പോലെ ഈ മച്ചാനെ ചവിട്ടി താത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ്, ഇത്രത്തോളം ഇൻസൾട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ഉറപ്പാണ് നാളെ ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും ചെകിടത്ത് അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് കോമിക് ആക്യുറേറ്റ് സൂപ്പർമാനെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അതെനിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓരോ ട്രെയിലറും ടീസറും കെയർഫുള്ളി കണ്ടു നോക്കി. ഇതിനകത്തുള്ള സൂപ്പർമാൻ്റെ ആ ഒരു വേർഷൻ എനിക്ക് തോന്നിയിരിക്കുന്നത് കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള വേർഷനായിട്ടാണ്. കാരണം ഈ സിനിമ തന്നെ എടുത്തിരിക്കുന്നത് ഓൾ സ്റ്റാർ സൂപ്പർമാൻ എന്നുള്ള ഒരു കോമിക്കിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സൂപ്പർമാൻ വേർഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അത് വളരെ ഫേമസ് ആയിട്ടുള്ള കോമിക് ആർട്ടിസ്റ്റാണ് അത് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ മറന്നു എന്താണെന്നുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മച്ചാനായിരുന്നു അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾ സ്റ്റാർ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ ആ കോമിക്സിലുള്ള ബാറ്റ്മാൻ ആണ് മോനെ നിങ്ങൾ ഈ സിനിമ കാണണമെങ്കിൽ he will be written in history as one of the best സൂപ്പർമാൻ എന്നുള്ള സീനിലേക്ക് വരും. ഈ ഒരു നടന എന്തോരം പേരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? പക്ഷേ ഞാൻ പറയാണ്, ഇൻസൾട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങൾ കണ്ടോ എന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു നടീനടനെയോ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പ്രീ ജഡ്ജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? അന്നൊക്കെ നമുക്ക് അടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആക്ടേഴ്സിനെ അതുപോലെ ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും പ്രീ ജഡ്ജ് ചെയ്യുകയും ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് അടികൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പലപ്പോഴായിട്ട് പറയുന്നത് വീണ്ടും എടുത്ത് പറയാണ്.
ആലിയ ഭട്ടിര സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇത് എന്ത് നെപ്പൊക്കെ ഇടുന്നു രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന ഞാൻ ഹൈവേ കണ്ടിട്ട് അറഞ്ചും പറഞ്ഞു എനിക്ക് ചെകളം കിട്ടിയ പോലെ ഇരുന്ന് വെച്ച് അമ്മ അതിൽ കിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഉടുത്ത പഞ്ചാബ് കാണാൻ പോയപ്പോൾ അപ്പോഴും കിട്ടി എനിക്ക് കുറച്ച് ചെകളം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആലിയ വന്നിട്ട് കുറച്ച് ചെകളം തന്നിട്ട് പോകും. അത്രയും കിടിലൻ പെർഫോമൻസ് ആലിയ പല സിനിമകളിലും. വരുൺ ധാവനെ സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അടുത്ത നെപ്പൊക്കെ ഇട്ട് ആ സീനിലാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോഴാണ് ബദ്ലാപൂറിൽ മച്ചാൻ വന്നൊരു ചെകളം തന്നിട്ട് പോയത്. പിന്നെ ഒക്ടോബറിലും വന്ന് കുറച്ച് ചെകളം തന്നു. അങ്ങനെ പല സിനിമകളിലും വരുൺ ധാവൻ കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ട് എൻ്റെ മുഖത്തടിച്ച പോലത്തെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല നടീകടന്മാർ മലയാളത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ജയസൂര്യ ഞാൻ ആദ്യം ഭയങ്കരമായിട്ട് പുച്ഛിച്ച് കളി എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞൊരു നടനായിരുന്നു. ആ നടനാണ് നമ്മുടെ ബ്യൂട്ടിഫുളും അതുപോലെ കോക്ടെയിലൊക്കെ വന്നിട്ട് എനിക്ക് അറിഞ്ഞും പൊറിഞ്ഞും തന്നിട്ട് പോയത്. പിന്നെ വെള്ളം കണ്ടപ്പോഴേക്കും എൻ്റെ തലക്കിട്ടടിച്ച പോലെ ഇരുന്ന് വെച്ച് എനിക്ക് കാരണം അമ്മ അതി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണതാണ്. ഒരു വിധത്തിൽ പറഞ്ഞ റിക്വസ്റ്റ് ചെയ്യണതാണ് ടു മൈ ഫെല്ലോ മൂവി ലവേഴ്സ്. ഞാനൊരു നോളൻ ഫാനാണ്, ഞാനൊരു ജാക്ക് സ്നൈഡർ ഫാനാണ്, ഞാനൊരു ഹെൻറി കാവിൽ ഫാനാണ്, ഞാനൊരു ക്രിസ്ത്യൻ ബെയിൽ ഫാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ള അതേ ഐക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ഇതിന് മുന്നേ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ജെയിംസ് ബോണ്ടിൻ്റെ കേസിൽ ജെയിംസ് ബോണ്ടിൻ്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ട ആൾക്കാരുടെ ഫാൻസായിട്ടുള്ള ആളുകളെല്ലാവരും ഡാനിയൽ ക്രെയ്ഗ് ജെയിംസ് ബോണ്ടായി വന്നപ്പോഴേക്കും കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്തു. അവസാനം ആ മനുഷ്യൻ തന്നെയല്ലേ കാസിനോ റോയലും സ്കൈഫോളൊക്കെ ചെയ്തിട്ട് വേറെ ലെവലാക്കിയിട്ട് പോയത്. എന്ത് കിടുവായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചത്. അതൊരു എക്സാമ്പിൾ. അതുപോലെ ഇങ്ങനെ നമ്മൾ സിനിമയിലേക്ക് നോക്കിയാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് കാണാം. ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഒരിക്കലും ഇനി വേറെ ആരും നന്നായിട്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ഒരു തരി പോലും കോപ്പി അടിക്കാതെ അവരവരുടെ ഡിഫറൻറ്റ് വേർഷനിൽ കിടിലായിട്ട് ചെയ്തു വെച്ചിട്ട് പോയിട്ടുണ്ട്. ജോക്കർ തന്നെ എടുത്ത് നോക്ക്, ജാക്ക് നിക്കോൾസൻ്റെ ജോക്കർ എല്ലാവരും മാനിച്ചതാണ്. എല്ലാവരും ഹീത്ത് ലെജറിനെ കാസ്റ്റ് ചെയ്തപ്പോഴേ നടക്കില്ല മറ്റേ മറിച്ചാന്ന് പറഞ്ഞു. അവസാനം എന്താ നമ്മൾ കണ്ടിട്ടുള്ള വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് റെൻഡിഷൻ ഓഫ് ജോക്കർ ഹീത്ത് തന്നിട്ട് പോയില്ല. അത് കാണാനുള്ള ഭാഗ്യം മച്ചാനും ഉണ്ടായില്ല. അത് അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥയിൽ പോയി. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെവർ അണ്ടർഎസ്റ്റിമേറ്റ് എനിബഡി. അതെനിക്ക് പറയാനുള്ള. ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഡേവിഡ് ഹു ഹാസ് പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് കിഡിലായിട്ട് എഫേർട്ട് എടുത്തായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമ കാണട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എൻ്റെ ഊഹം തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എനിക്ക് തോന്നണത്. എന്തായാലും ദിസ് ഈസ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ എൻ്റർടൈൻമെൻറ്റ് മൂവി. അതെനിക്ക് തോന്നുക. കാരണം ഐ ബിലീവ് ഇൻ ദ ഡയറക്ടർ ജെയിംസ് ഗൺ. ഞാൻ ഇന്നേ വരെ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ട് എനിക്ക് ഒരു പരിധിക്ക് താഴെ ഡിസപ്പോയിൻമെൻറ്റ് വന്നിട്ടില്ല. മിക്ക സിനിമകളും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് കോമിക് പരിപാടി ഇത്തിരി കൂടി പോകാറുണ്ട്, കുറച്ച് അഡൽട്ട് ജോക്സ് ഇത്തിരി കൂടി പോകാറുണ്ടെന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും എനിക്ക് പുള്ളിയുടെ ഫിലിമോഗ്രാഫി പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോ ഇല്ലയോ അത് മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ വേറെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പോകരുതെന്ന് ഞാൻ പറയും. സിനിമ എന്ന് പറഞ്ഞ ആർട്ട് ഫോം തന്നെ എന്താണ്? എൻഗേജ് ചെയ്യുക, എൻ്റർടൈൻമെൻ്റ് ആവുക, എന്തെങ്കിലും നല്ലത് അതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് നല്ലത് എടുക്കുക ലൈഫിലേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഈ ഒരു നടനെയും ഈ ഒരു സൂപ്പർമാനെയും സമീപിക്കുക എന്ന് ഞാൻ പറയാം. ഞാനൊരു കട്ട ബാറ്റ്മാൻ ഫാനാണ്. എന്നിട്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അറിയാലോ ബാറ്റ്മാൻ സൂപ്പർമാൻ തമ്മിലുള്ള ആ ഒരു ഫാൻ ഫൈറ്റ് എന്താണ്. എന്നിട്ട് പോലും ഞാൻ പറയുകയാണ്, പ്ലീസ് ഗിവ് എ ചാൻസ് ടു ഡേവിഡ്. ഈ ഡേവിഡ് കോർൻസെറ്റ്, എനിക്ക് ആളുടെ പേരെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കോൺസ്വെറ്റ് എന്നാണോ, എനിക്ക് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയില്ല. അപ്പോൾ ഡേവിഡിന് ഒരു ചാൻസ് കൊടുക്കുക, അതെനിക്ക് പറയാനുള്ളത്. ഇഫ് ഹി ഹാസ് ഡൺ വെരി ബാഡ്, ഓക്കെ പറഞ്ഞോളൂ, പക്ഷേ ലെറ്റ് ഹിം അറ്റ്ലീസ്റ്റ് ഷോ അസ് വാട്ട് ഹി ഈസ് ഡൺ. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഭയങ്കര ബ്ലൈൻഡ് ഹേറ്റ് വരുന്നതുകൊണ്ട് കാണുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ചിലവർ ഞാൻ ഈ പടത്തിന് പോണേയില്ല, ഈ കൂറപ്പടത്തിന് ഞാൻ പോകണില്ല, കണ്ടിട്ട് പോയില്ല. നീയൊക്കെ എങ്ങനെയാ കാണാതൊരു പടം കൂറയാണ് തീരുമാനിക്കുന്നത്? നീ കാണ്, എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ഇതല്ല, കാണു പോലുമില്ല, പോകുക പോലുമില്ല. ഇവനൊന്നും OTT വന്നാൽ പോലും ചിലപ്പോൾ അത് കാണൂല. എന്നിട്ട് ബ്ലൈൻഡായിട്ട് അങ്ങ് പറയുമോ, ഓ ഞാൻ നോളൻ ഫാനാണ്, അതുകൊണ്ട് നോളൻ അല്ലാതെ വേറെ ആര് സിനിമ പിടിച്ചാലും എനിക്കത് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ നാളെ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടർ വന്നിട്ട് ബാറ്റ്മാൻ എടുത്താൽ അയാൾക്ക് കുറേ പള്ളുവിളി. സാക്ക് സ്നൈഡറും നോളൊക്കെ എന്ത് നല്ല മനുഷ്യന്മാരാണെന്ന് പറയാം. അവരുടെ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. അവരൊക്കെ മറ്റുള്ളവരെ മാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇവർ ആ നിലയിലെത്തി നിൽക്കുന്നത്.
അല്ലാതെ ഞാൻ ചെയ്ത ബാറ്റ്മാനാണ് ഏറ്റവും നല്ലത്, വേറെ ആരും ബാറ്റ്മാൻ ചെയ്താൽ അത്രത്തോളം ആവില്ല, ഞാൻ ചെയ്തതിൻ്റെ അത്രയും വരില്ല എന്നും പറഞ്ഞിരിക്കണ നിന്നെപ്പോലെയുള്ള മൊണ്ണേച്ചുകളല്ല. ഞാൻ ഈ നിന്നെപ്പോലെ എന്ന് പറഞ്ഞത് അങ്ങനത്തെ കുറേമാരുണ്ട്. അവന്മാരിത് കാണുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുറേ എണ്ണങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ വെറുതെ വന്നിട്ട്, അതായത് ഇന്ന നടന്മാരുടെയോ അല്ലെങ്കിൽ ഇന്ന ഡയറക്ടേഴ്സിന് പോലും ചീത്തപ്പേരുണ്ടാക്കുന്ന കുറേ എണ്ണങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ലാലേട്ടനും മമ്മൂക്കയുടെ ഫാൻസ് കുറേ എണ്ണങ്ങളുണ്ട്. ഇവർ തമ്മിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇവരുടെ ഫാൻസ് തമ്മിൽ വലിയ പ്രശ്നം. അതുകൂടാതെ ജെനുവിനായിട്ടുള്ള ഈ പറഞ്ഞ മമ്മൂക്കേനെ ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകാർക്ക് പോലും ചീത്തപ്പേരെന്ന് പറയണ പോലെ കുറേ നോളൻ സോ കോൾഡ് ഫാൻസും കുറേ സോ കോൾഡ് സാക്ക് സ്നൈഡർ സോ കോൾഡ് ഹെൻറി കാവിൽ ഫാൻസും ഉണ്ട്. ഇവന്മാരൊന്നും ഇവരുടെ പടങ്ങളൊന്നും തിയേറ്ററിൽ കാണാനും വരില്ല. ഇവന്മാരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാലോ വേറെ പടങ്ങളൊന്നും മാനിക്കുകയില്ല. അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനത്തെ കുറേ ഭ്രാന്തന്മാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറയാൻ കാരണം. അപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന ബോധമുള്ള ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്, ഗിവ് ദിസ് മൂവി ആൻഡ് ദിസ് ആക്ടർ എ ചാൻസ്. ഇത് ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഔട്ട്കം എന്തും ആയിക്കോട്ടെ, ഗുഡ് ബാഡ് ആവറേജ് വാട്ട് എവർ ഇറ്റ് ഇസ്, ഷെയർ യുവർ ഒപ്പീനിയൻ ഓണസ്റ്റ്ലി. സിനിമ കണ്ടിട്ട് നിങ്ങൾ ഒപ്പീനിയൻ ഇട്ടോ, അത് പറയുക, തുറന്ന് തന്നെ പറയണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല തുറന്ന് തന്നെ പറയണം. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ സിനിമ കാണുന്നുണ്ട്, ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയും. ഈ നടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അങ്ങനെ വേണം ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഭക്ഷണം പോലെ തന്നെയാണ് സിനിമ. ഭക്ഷണം കഴിച്ചു നോക്കിയാലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ, സിനിമ കണ്ടു നോക്കിയാലേ അഭിപ്രായം പറ്റുള്ളൂ. അതും മുഴുവനായി കണ്ടു നോക്കണം. അതും കൂടി ഞാൻ പറയുന്നു. എന്തായാലും ബ്ലൈൻഡ് ഹേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഞാൻ അതിന് എതിരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ പാതിരാത്രി ഇരുന്നിട്ട് പോലും എടുക്കുന്നത്. എനിക്ക് കുറച്ച് മണിക്കൂറിനുള്ളിൽ എനിക്ക് ഇവിടുന്ന് പോകാനുള്ളതാണ്. എൻ്റെ ഐമാക്സ് വെന്യൂവിലേക്ക് കുറച്ച് ദൂരമുണ്ട് എനിക്ക്. അപ്പോൾ ആ യാത്രയ്ക്ക് മുന്നേ ഞാൻ ഇത് വന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. നിങ്ങളിത് കാണാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ആ ഒരു വെന്യൂവിലെത്തിയതിന് ശേഷമായിരിക്കാം. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഗിവ് ദിസ് പേഴ്സൺ എ ചാൻസ്, ഗിവ് ദിസ് ആക്ടർ എ ചാൻസ്. പിന്നെ ഇയാൾ ഇതിനകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്ന സൂപ്പർമാൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ളൊരു സൂപ്പർമാനും കൂടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കാണുക. ക്ലാർക്ക് കെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടതും അതുപോലെ ഹെൻറി കാവലിനെ നമ്മൾ കണ്ടതും കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ വേർഷനിലാണ്. അതും ഇത് റേ അതങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതെവിടെ കാണണം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഞാൻ ഐമാക്സിലാണ് കാണുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് റേഷ്യോ മൂവി സ്ക്രീനിൽ തന്നെ കാണാനാണ്. കാരണം എന്നാലും ഇതിൻ്റെ ഒരു പൂർണ്ണമായ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഫീൽ ആവുന്നു. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ പൈസ, സമയം, കാര്യങ്ങളും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കാണാം. പക്ഷേ ഇഫ് യു ആസ്ക് മീ, മൈ ഫസ്റ്റ് പ്രയോറിറ്റി ആസ് എ റെക്കമെൻഡേഷൻ വിൽ ഓൾസോ ബി ഐമാക്സ്. അല്ലെങ്കിൽ ഇഫ് യു ആർ ഇൻ പൂനെ, വേറെ ഒന്നും നോക്കണ്ട, വേറെ ഒന്നും സെർച്ച് ചെയ്യണ്ട. അവിടെ ഐമാക്സ് വിത്ത് ലേസറും ഉണ്ട്, സീനോണും ഉണ്ട്, ഡോൾബി സിനിമാസും ഉണ്ട്. ഡോൾബി സിനിമാസിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കിടിലൻ ക്ലാരിറ്റി കാണാം, ഹൈ ഫ്രെയിം റേറ്റ് HDR കാണാം, ഫുൾ സ്ക്രീൻ ഈ ഒരു ഇൻറ്റൻറ്റഡ് വേർഷനിൽ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഐമാക്സ് വിത്ത് ലേസറുണ്ട്, അവിടെ പോയി കാണാം. ഇല്ല നിങ്ങളുടെ ഒന്നും പൈസ ഇല്ല, പൈസ കുറച്ച് കുറവ് മതി, എനിക്ക് 2K 4K ഒന്നും മാറ്റർ ചെയ്യാനുള്ള ആ മൂഡാണെങ്കിൽ പൂനെയിലുള്ള സീനോൺ ഐമാക്സിൽ പോയി കാണാം. എവിടെയാണോ നിങ്ങൾക്ക് നല്ല ഡീല് കിട്ടുന്ന അതിനനുസരിച്ച് പോയി കാണാം. പൂനെയിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പോയി കണ്ടില്ലെങ്കിൽ അതൊരു ക്രൈം ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ വയ്യ, ഞങ്ങൾക്ക് ഇവിടെ ഇല്ല എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്ന് കാണുന്നു. അപ്പോൾ ഉള്ളതിൻ്റെ വില ഒന്ന് മനസ്സിലാക്കുക. ഡോൾബി സിനിമാസ് എന്നുള്ള ഒരു അത്യാധുനിക കിടിലൻ സംവിധാനം പൂനെയിലുള്ള ജനങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്. ദയവ് ഇത് പൂനെക്കേഴ്സ് പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ഡോൾബി സിനിമാസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.